ഹായ് ഹലോ ഡ്രീം വേൾഡ് ഹാപ്പിനെസ് എന്ന നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് വേറൊന്നുമല്ല, പാലക്കാടിൻ്റെ ഉൾപ്രദേശങ്ങളുടെ മനോഹരമായ ഗ്രാമഭംഗികളാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതും എൻ്റെ സ്വന്തം നാടായ പീച്ചങ്കോടിനെയാണ് കാണിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി വിഷ്വൽസുകൾ കാണാം. നമ്മുടെ പാലക്കാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ കരിമ്പനകൾ കാണാറുണ്ട്. നമ്മുടെ പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പനകളുടെ നാട് എന്ന് അറിയപ്പെടുന്നൊരു നാട് കൂടിയാണ് നമ്മുടെ പാലക്കാട്. ഇതാണ് ഞങ്ങൾ ഈവനിങ് ടൈം വന്നിരിക്കുന്ന പാലം എന്ന് പറയുന്നത്. വൈകുന്നേരം ടൈം ആയി കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ പണിവിട്ട അമ്മമാരും മറ്റുള്ളവരെല്ലാവരും നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സമയം ചിലവഴിക്കുന്ന ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഈ ഉമ്മറത്തെ ഒരു പ്ലേസും കാര്യങ്ങളൊക്കെയാണ്. ഈ തേക്കുമ്പേ കാണുന്നതാണ് ഞാൻ പഠിച്ച അങ്കലവാടി എന്ന് പറയുന്നത്. ഏകദേശം ഒരു 10-24 കൊല്ലങ്ങൾക്ക് മുന്നേ ഞാൻ പഠിച്ച അങ്കലവാടിയാണിത്. ഈ അങ്കലവാടിക്ക് നല്ലോണം പഴക്കമുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് പുതിയൊരു അങ്കലവാടി കെട്ടിയിട്ട് ഇപ്പോൾ അവിടെയാണ് നമ്മുടെ പുതിയ കുട്ടികളും കാര്യങ്ങളൊക്കെ ഇരിക്കും. ഇപ്പോഴൊന്നല്ല, കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇപ്പോൾ അവിടെയാണ് ഇരിക്കുന്നത്. ഞാൻ പഠിച്ച എൻ്റെ അങ്കലവാടിയാണ് ഇതാ ബാക്കുമേലുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തൊക്കെ വീടിൻ്റെ പിക്കൊക്കെ വരയ്ക്കാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഒരു മോഡൽ പോലെ നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഈ ഇടവഴി കൂടെ ഇങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡ് കാണുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ അങ്കലവാടി എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളിൽ കുട്ടികളും കാര്യങ്ങളൊക്കെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് എടുത്തില്ല, വെളിയിൽ പോയിട്ട് ഔട്ടറായിട്ടുള്ള വീഡിയോസ് മാത്രമേ എടുത്തുള്ളൂ. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും മൺപാത്രങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ മൺപാത്രങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പലർക്കും അറിയത്തൊന്നുമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് വീടുകളിൽ മൺപാത്ര നിർമ്മാണ തൊഴിലാളികളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവര് മൺപാത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് മറ്റുള്ള ജില്ലകളിൽ പോയി കഴിഞ്ഞിട്ട് വിൽക്കലും പരിപാടികളാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കല്. എനിക്ക് പാടത്തിന്റെ വരമ്പിൽ കൂടിയൊന്നും പോകാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മുടെ അനിയത്തിമാരും ഉമ്മീനെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ പോവുകയാണ്. നമ്മുടെ പാടത്തിന്റെ വയലിന്റെ ഒക്കെ കാഴ്ചകളും കാര്യങ്ങളും കാണിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അവര്. അപ്പൊ നമുക്ക് അവിടെ പോയി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പച്ചപ്പ് നിറഞ്ഞ ഹരിതപൂർവ്വമായിട്ട് കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാറ് നാട്ടിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത്. ഒരു ജനുവരി ഫെബ്രുവരി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് പച്ചപ്പായിരിക്കും. ഇവിടെ കൊയ്ത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരിയിലായിരിക്കും കൊയ്ത്തും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ദൂരത്ത് കാണുന്നതാണ് നമ്മുടെ ഇവിടെ പഞ്ചായത്ത് കിണർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാടത്ത് കിണർ എന്ന് പറയും. അപ്പൊ നമ്മുടെ നാട്ടിലെ കുറെ വീടുകളുടെ കുടിവെള്ള സ്രോതസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഈ പഞ്ചായത്ത് കിണർ തന്നെയാണ്. ബാക്കുമേൽ വരുന്നത് നമ്മുടെ ബ്രിക്കൻ പോസ്റ്റ്മാൻ ആണ്, നമ്മുടെ നാട്ടിലെ പോസ്റ്റ്മാൻ ആണ്, നമ്മുടെ കൂട്ടുകാരനാണ് അവൻ. ഇത് ഈ എന്റെ പിറകെ കാണുന്നതെന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ വായനശാലയാണ്. വായനശാലയുടെ പേര് അക്ഷരമറ്റെന്ന് പറയുന്ന വായനശാലയാണത്. ഞങ്ങളുടെ ഗ്രാമപ്രദേശത്തെ ഒരുപാട് കൊല്ലം പഴക്കമുള്ള നമ്മുടെ ചായക്കടയാണ് ഇത്. എന്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് ചായ കുടിക്കാൻ വേണ്ടി ഇതിന്റെ അമ്മമ്മന്റെയും നമ്മുടെയൊക്കെ കൈ പിടിച്ചിട്ടുള്ള വന്നിട്ടുള്ളതാണ്. മുന്നെന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഓല മേഞ്ഞിട്ടുള്ളതായിരിക്കും. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാർപ്പായി വലിച്ചു കിട്ടിയ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ഒറ്റ നടുവിൽ നിൽക്കുന്ന ഒരു ആൽമരം ഉണ്ടായത്. ഇതിൽ ഇപ്പോഴും 100 കണക്കിന് കിളികൾ വസിക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടില് ഇപ്പോ ടോട്ടലായിട്ട് 3 കടകളുണ്ട്. ചെറിയ പ്രദേശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 3 കടകളുണ്ട്. നമ്മളിപ്പോ കാണുന്നതാണ് നമ്മുടെ ഫ്യൂഷൻ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കട എന്ന് പറഞ്ഞാൽ നമ്മുടെ കോവിലേട്ടന്റെ കടയാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ 3ാമത്തെ കട എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബാലേട്ടന്റെ കടയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഇവിടെയുള്ള ഏട്ടന്മാര് YSCയിലെ ഏട്ടന്മാരും അനിയന്മാരും കൂടി ചേർന്നിട്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ ഇരിക്കാൻ വേണ്ടി കെട്ടിയിരിക്കുന്ന ഒരു പ്ലേസ് ആണിത്. ഇവിടെ മാത്രമൊന്നുമല്ല, ഇത് കെട്ടിയിരിക്കുന്നത് നമ്മുടെ മുളയും അതുപോലെ തന്നെ നമ്മുടെ കവുങ്ങിന്റെ തടിയും കൊണ്ടാണ് ഇത് മൊത്തം കെട്ടി കെട്ടി തീർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ സൈഡിലും ഉണ്ട്, ഇരിക്കുന്ന പോലെ നമ്മൾ ഇതിലും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ടൈമുകളിൽ ഇവിടെ ഏട്ടന്മാരും അനിയന്മാരും കുറെ പേര് വന്ന് ഇരിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ ഗ്രാമവും ഗ്രാമത്തെ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു, സൈനിങ് ഓഫ്, രാഹുൽ.